അറസ്റ്റ് ഭീഷണിയെ തുടർന്ന് പുതിയ മാർപ്പാപ്പയുടെ സ്ഥാനാരോഹണ ചടങ്ങിൽ നിന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പിന്മാറിയതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഗസയിലെ യുദ്ധക്കുറ്റത്തിൽ അന്താരാഷ്ട്ര കോടതി ICC പുറത്തിറക്കിയ അറസ്റ്റ് വാറന്റിൽ നടപടി ഭയന്നാണ് നീക്കമെന്നാണ് ഇസ്രായേൽ മാധ്യമമായ യെദിയോത്ത് അക്രോനോത്ത് റിപ്പോർട്ട് ചെയ്തത്. ചടങ്ങിൽ പങ്കെടുക്കാൻ നെതന്യാഹു ആഗ്രഹിച്ചിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മാർപ്പാപ്പ ലിയോ 14 സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കണമെങ്കിൽ നെതന്യാഹുവിന് ചുരുങ്ങിയത് 2 രാജ്യങ്ങളിലെങ്കിലും കാലുകുത്തേണ്ടി വരും. വത്തിക്കാനിൽ വിമാനത്താവളമില്ലാത്തതാണ് തിരിച്ചടിയായത്. അതിനാൽ തൊട്ട അയൽ രാജ്യമായ ഇറ്റലിയുടെ തലസ്ഥാനമായ റോമിൽ വിമാനമിറങ്ങി റോഡ് മാർഗം വത്തിക്കാനിലെത്തേണ്ടി വരും. ICCയുടെ അറസ്റ്റ് വാറന്റ് നടപ്പാകുമോ എന്ന് ഇറ്റലിയോടും വത്തിക്കാനോടും ഇസ്രായേൽ വൃത്തങ്ങൾ അന്വേഷിച്ചിരുന്നു. അറസ്റ്റ് നടപടികളൊന്നുമില്ലാതെ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങാൻ നെതന്യാഹുവിനെ അനുവദിക്കുമോ എന്നാണ് നയതന്ത്ര ഉദ്യോഗസ്ഥർ മുഖേന സംസാരിച്ചു നോക്കിയത്. എന്നാൽ 2 രാജ്യങ്ങളുടെയും ഔദ്യോഗിക വൃത്തങ്ങൾ നൽകിയ മറുപടി തൃപ്തികരമല്ലായിരുന്നു. ഇതേ തുടർന്നാണ് റിസ്ക് എടുക്കേണ്ടതില്ല എന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് വത്തിക്കാൻ യാത്ര റദ്ദാക്കിയതെന്നും അക്രോനോത്ത് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. നേരത്തെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങിലും നെതന്യാഹു പങ്കെടുത്തിരുന്നില്ല. ഡൊണാൾഡ് ട്രംപ്, ഇമ്മാനുവൽ മക്രോൺ, ലുള ഡ സിൽവ ഉൾപ്പെടെയുള്ള രാഷ്ട്ര തലവന്മാരും രാഷ്ട്രീയ പ്രമുഖരും തങ്ങളുടെ രാജ്യങ്ങളെ പ്രതിനിധീകരിച്ച് ചടങ്ങിൽ പങ്കെടുത്തപ്പോൾ അത്ര പ്രമുഖരല്ലാത്ത പ്രതിനിധി സംഘത്തെയായിരുന്നു ഇസ്രായേൽ ഭരണകൂടം വത്തിക്കാനിലേക്ക് അയച്ചിരുന്നത്. ഇതിനു പുറമെ പോപ്പിന്റെ വിയോഗത്തിൽ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ പോസ്റ്റ് ചെയ്ത അനുശോചന കുറിപ്പുകളെല്ലാം ഡിലീറ്റ് ചെയ്തതും വലിയ വിവാദമായി. മാർപ്പാപ്പയുടെ വിയോഗത്തിന് പിന്നാലെ ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ അനുശോചന കുറിപ്പിട്ടിരുന്നു. വിവിധ രാജ്യങ്ങളിലുള്ള ഇസ്രായേൽ എംബസികളും സമാനമായ കുറിപ്പ് പോസ്റ്റ് ചെയ്തു. എന്നാൽ ഏതാനും മിനിറ്റുകൾക്കകം ആ പോസ്റ്റുകളെല്ലാം അപ്രത്യക്ഷമായി. അന്വേഷിച്ചു ചെന്നപ്പോഴാണ് സംഭവം അബദ്ധത്തിൽ സംഭവിച്ചതല്ലെന്ന് വ്യക്തമാകുന്നത്. ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം നേരിട്ട് നൽകിയ നിർദ്ദേശമായിരുന്നു അത്. എല്ലാ എംബസികളിലും വിളിച്ച് പോസ്റ്റ് നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ടുവെന്നാണ് ഔദ്യോഗിക വൃത്തങ്ങളെ ഉദ്ധരിച്ച ഇസ്രായേൽ മാധ്യമങ്ങളായ ജെറുസലേം പോസ്റ്റും ടൈംസ് ഓഫ് ഇസ്രായേലും എല്ലാം റിപ്പോർട്ട് ചെയ്തത്. ഒരു വിശദീകരണവും ഇല്ലാതെയായിരുന്നു അത്രേ എല്ലാവർക്കും ഉത്തരവ് ലഭിച്ചത്. ഇതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം കൂടി നയതന്ത്ര പ്രതിനിധികൾക്ക് ലഭിച്ചിരുന്നു. ലോകത്തെങ്ങുമുള്ള വത്തിക്കാൻ നയതന്ത്ര കാര്യാലയങ്ങളിലെ അനുശോചന പുസ്തകത്തിൽ ഒപ്പുവെക്കരുതെന്നായിരുന്നു ആ നിർദ്ദേശം. ഇസ്രായേൽ ഭരണകൂടത്തിന്റെ നടപടിക്കെതിരെ നയതന്ത്ര ഉദ്യോഗസ്ഥർ തന്നെ രംഗത്തെത്തി. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ നിരവധി അംബാസഡർമാർ പ്രതിഷേധം അറിയിച്ചു. ഇസ്രായേലിന്റെ പ്രതിച്ഛായയ്ക്ക് വലിയ പരിക്കുണ്ടാക്കുന്നതാണ് നടപടിയെന്നാണ് എല്ലാവരും ചൂണ്ടിക്കാട്ടിയത്. ആഗോളതലത്തിലുള്ള കോടിക്കണക്കിന് കത്തോലിക്ക വിശ്വാസികളുടെ വികാരം വ്രണപ്പെടുത്തുന്നതാകും അത്തരമൊരു നടപടിയെന്നും അവർ പറഞ്ഞു. നടപടിയിൽ വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗിക തലത്തിൽ പ്രതികരിച്ചിട്ടില്ല. എന്നാൽ ഇസ്രായേൽ മാധ്യമമായ യെദിയോത്ത് അക്രോനോത്തിനോട് ഒരു മന്ത്രാലയ വൃത്തം പ്രതികരിച്ചത് വിചിത്രകരമായ രീതിയിലായിരുന്നു. അനുശോചന കുറിപ്പുകൾ അബദ്ധത്തിൽ പോസ്റ്റ് ചെയ്തതാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിശദീകരണം. ഇസ്രായേലിനെതിരായ മാർപ്പാപ്പയുടെ പരാമർശങ്ങളോട് അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് തന്നെ ഞങ്ങൾ പ്രതികരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മരണശേഷവും ആ പണി ഞങ്ങൾ ചെയ്യില്ല. പാപ്പയുടെ അനുയായികളെ തങ്ങൾ ബഹുമാനിക്കുന്നുണ്ടെന്നുമായിരുന്നു മന്ത്രാലയ വൃത്തം വ്യക്തമാക്കിയത്. ഗസയിലെ കുഞ്ഞുങ്ങൾക്കും സ്ത്രീകൾക്കും നിരപരാധികളായ മനുഷ്യർക്കുമെതിരെ നടക്കുന്ന ക്രൂരമായ ആക്രമണങ്ങളെ ഫ്രാൻസിസ് മാർപ്പാപ്പ പലതവണ ശക്തമായ ഭാഷയിൽ വിമർശിച്ചിട്ടുണ്ട്. ഗസയിൽ സമാധാനത്തിനായി അദ്ദേഹം നിരന്തരം ആഹ്വാനം ചെയ്തു. മരണത്തിന് തൊട്ട് തലേന്നാൾ നൽകിയ ഈസ്റ്റർ സന്ദേശത്തിലും ഗസയിലെ ഇസ്രായേൽ ആക്രമണത്തെ അദ്ദേഹം വിമർശിച്ചു. യുദ്ധത്തിൽ പങ്കാളികളായ കക്ഷികളെല്ലാം എത്രയും പെട്ടെന്ന് വെടിനിർത്തൽ പ്രഖ്യാപിച്ച് ബന്ദികളെയും തടവുകാരെയും മോചിപ്പിക്കണം, പട്ടിണി കിടക്കുന്ന മനുഷ്യർക്ക് ആശ്വാസം നൽകണമെന്നുമെല്ലാമായിരുന്നു അന്ന് പാപ്പ ആഹ്വാനം ചെയ്തത്. അതേസമയം ഞായറാഴ്ച പ്രാദേശിക സമയം രാവിലെ 10-നാണ് വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ചത്വരത്തിൽ പുതിയ മാർപ്പാപ്പയുടെ സ്ഥാനാരോഹണ ചടങ്ങുകൾ ആരംഭിക്കുക. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ വിശുദ്ധ പത്രോസിന്റെ കല്ലറയിൽ പ്രാർത്ഥന നടത്തിയ ശേഷം നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് ലിയോ 14 മുഖ്യ കാർമ്മികത്വം വഹിക്കും. പ്രഥമ മാർപ്പാപ്പ വിശുദ്ധ പത്രോസിന്റെ തൊഴിലിനെ ഓർപ്പിച്ച് മുക്കുവന്റെ മോതിരവും ഇടയന്മാരെ അനുസ്മരിച്ച് കഴുത്തിലണിയുന്ന പാലിയവും സ്വീകരിക്കുന്നതാണ് പ്രധാന ചടങ്ങ്. ഇതിനുശേഷം മാർപ്പാപ്പ വിശ്വാസികളെ അഭിസംബോധന ചെയ്യുകയും ആശീർവദിക്കുകയും ചെയ്യും.